കുവൈറ്റിലെത്തി രണ്ടാമത്തെ ദിവസം തൊട്ട് കേൾക്കുന്നതാണ് ഫ്രൈഡേ മാർക്കറ്റ് എന്ന്. ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഇത് ഫ്രൈഡേ മാത്രം തുറക്കുന്ന എന്തോ ചന്തയായിരിക്കും എന്നാണ്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഫ്രൈഡേ മാത്രമല്ല, മറിച്ച് എല്ലാ ദിവസവും തുറക്കുന്ന മാർക്കറ്റാണ് ഫ്രൈഡേ മാർക്കറ്റ് എന്ന്. ഇന്ന് ഫെമിനയും ഉണ്ടായിരുന്ന കൂട്ടിനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞാണ് പോക്ക്. പക്ഷെ അവിടെ ചെന്ന് പണ്ട് ഉത്സവത്തിനൊക്കെ പോയിട്ട് ഒന്നും വാങ്ങില്ലെങ്കിലും എല്ലാ കടയിലും പോയി നോക്കി നിൽക്കുന്ന പോലെ നോക്കി നിൽക്കാനേ ഞങ്ങൾക്ക് തോന്നിയുള്ളൂ. മൊത്തത്തിൽ ഒരു അമ്പരപ്പായിരുന്നു. ഇവിടുത്തെ ജ്വല്ലറീസിലൊക്കെ കളക്ഷൻ കണ്ടിട്ട് എന്റെ കണ്ണ് തള്ളിപ്പോയേ. എന്ത് ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. അറബ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ മാല, കമ്മല്, ബ്രേസ്ലെറ്റ്, ഈ ഒരു ഡിസൈൻ ഞാൻ വാങ്ങാൻ ആഗ്രഹിച്ചു നടന്നതാണ്. പക്ഷെ എന്തോ അതിന്റെ വില കേട്ടപ്പോ വാങ്ങാൻ തോന്നിയില്ല. ഇതൊക്കെ കണ്ട് കണ്ണു മഞ്ഞളിച്ച് നടന്ന ഞങ്ങള് അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ എന്നോർത്ത് കൺഫ്യൂഷനായി. സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മുടെ ഉത്സവക്കടയിലൊക്കെ പോയ സന്തോഷമായിരുന്നു. കാര്യം ഒന്നും വാങ്ങിയില്ലെങ്കിലും ഇതെല്ലാം ഇങ്ങനെ കണ്ട് നടക്കുന്നത് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. നാട്ടിൽ പോകുമ്പോൾ ഒറ്റയടിക്ക് എല്ലാം വന്ന് പർച്ചേസ് ചെയ്തിട്ട് പോവാം. പിന്നെ നിങ്ങൾ കുറച്ച് വിലപേശാൻ കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നല്ല ലാഭവും ഉണ്ടാക്കാം. അങ്ങനെ ജ്വല്ലറീസ് എല്ലാം കണ്ടുതീർത്ത ക്ഷീണത്തില് ഞങ്ങൾ പിന്നെ ഷൂ നോക്കാൻ വേണ്ടി പോയേ. വെറും 10 100 അല്ല, ആയിരക്കണക്കിന് കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ തീരെ വിലക്കുറവായതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതൊന്നും വാങ്ങിയില്ല. അവസാനം ഫ്രൈഡേ മാർക്കറ്റ് മൊത്തം നടന്നു കണ്ട ക്ഷീണത്തിൽ ഞങ്ങൾ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. ഫ്രഷ് ആയിട്ട് ഓറഞ്ച് ജ്യൂസ് അടിച്ചു തരുന്ന ഈ മെഷീൻ കണ്ടപ്പോൾ ഞാൻ പിന്നെ വേറൊന്നും നോക്കിയില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ 500 പിൽസും ഇട്ട് കൊടുത്തിട്ട് ജ്യൂസ് എതിലെയാ വരുന്നതെന്ന് നോക്കി നിൽക്കുന്ന നിപ്പാണിത്. കിട്ടിപ്പോയി. ഇത് മനുഷ്യന് കാണാൻ പറ്റാത്ത പോലെ ഏറ്റവും താഴ്ത്തുകൊണ്ട് വെച്ചേക്കുക. അങ്ങനെ ജ്യൂസും കുടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാണ്ട് പറ്റില്ലല്ലോ. അതിനുവേണ്ടി ഞങ്ങൾ നല്ല ആംബിയൻസ് ഉള്ള ഒരു ഹോട്ടലിലേക്ക് വിട്ടു. കുറേ നേരത്തെ മെനു തപ്പലിന് ശേഷം ഞാനൊരു എഗ് നൂഡിൽസ് ഓർഡർ ചെയ്തു. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ അത്രേ ഉള്ളൂ കേട്ടോ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.